بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد സൂറത്ത് ഫാത്തിറിലെ 3, 4, 5 ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 434, 435. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. യാ അയ്യുഹൻ നാസു ഉദ്കുറൂ, യാ അയ്യുഹ, ഇതിൽ വരുന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. ഒരു പദം പോലെയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും അത് 2 പദങ്ങളാണ്. യാ അയ്യുഹ, ഈ ദീർഘം, ഈ അലിഫിനെ 4, 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അന്നാസു, ഷദ് നൽകപ്പെട്ട നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഉദ്കുറു, ഇതിൽ റായിനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ചേർത്തോതുമ്പോൾ ഹംസയെ വസ്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ യാ അയ്യുഹൻ നാസു ഉദ്കുറു നിഅമതല്ലാഹി അലൈക്കും, നിഅമതല്ലാഹി അലൈക്കും. ഐന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിലെ ലാമിനെയും അതിൻ്റെ ചെറിയ ദീർഘമായ അലിഫിനെയും 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കുന്ന ലാമിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ടതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിഅമതല്ലാഹി അലൈക്കും, ഈ താ മഫ്തൂഹായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വല്ല കാരണവശാലും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നിഅമത്ത് എന്ന് താഇന്മേൽ തന്നെ വഖഫ് ചെയ്യണം, ഹ ഇന്മേലല്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൽ മിൻ ഖാലിഖിൻ, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, മിൻ ഖാലിഖ് സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഖായിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിച്ച് ഓതേണ്ടതാണ്. ഖാലിഖിൻ തൻവീനിനെയും ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അപ്പോൾ ഖാലിഖിൻ ഗൈറുല്ലാഹി, റായിന് തഫ്ഖീം കൊടുക്കണം. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ലാമിനും അലിഫിനും തഫ്ഖീം തടിപ്പിച്ചോതുക. വീണ്ടും യർസുഖുകും, 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 ഇതിൽ റായിനും ഖാഫിനും മാത്രം തഫ്ഖീം കൊടുക്കുക. അപ്പോൾ ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാ. ഖാലിഖിൻ എന്നതിലെ ഖാഫിൻ്റെ കസ്ർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറഞ്ഞ തഫ്ഖീമേ അവിടെ കൊടുക്കുകയുള്ളൂ. ഏതായാലും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം തന്നെയാണ്. പിന്നീട് യർസുഖുക്കും സാക്കിന മീമിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മിസ്ലൈനി സഗീർ അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നൊക്കെ പേര് നൽകാം. പൂർണ്ണമായും മണിച്ചുകൊണ്ട് ഒറ്റ ശബ്ദമുള്ള മീമിനെ ഉച്ചരിക്കുക. മിനസ് സമാഇ വൽ അർദ്, ദീർഘം നൽകേണ്ടതാണ്. ഈ ദീർഘത്തിന് മദ് മുത്തസിൽ വാജിബ് എന്നാണ് പേര് നൽകുക. 4, 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വൽ അർദ്, റായിനും ദ്വാദിനും തഫ്ഖീം കൊടുക്കണം. ലാ ഇലാഹ ഇല്ലാഹു, ലാ, ഈ അലിഫിനെ
നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ്. ഇല്ലാഹുവ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി. ഇല്ലാഹു ഫഅന്നാ തുഅ്ഫകൂൻ. ഫഅന്നാ നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് നൽകേണ്ടതാണ്. തുഅ്ഫകൂൻ ദീർഘം നമ്മൾ സൂചിപ്പിച്ചതാണ്. മദ് ആരിദ് 4 ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത്, അല്ലെങ്കിൽ പൂർണ്ണമായി 6 ഹറക്കത്തിൻ്റെ അളവ് വരെ നൽകാവുന്നതാണ്. ശേഷം وَإِن يُكَذِّبُوكَ فَقَدْ كُذِّبَتْ رُسُلٌ مِّن قَبْلِكَ وَإِن يُكَذِّبُوكَ സാക്കിനൂൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഫഖദ് ഇതിൽ ഖാഫിനെ പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിച്ച് ഓതേണ്ടതാണ്. ദാലിന് ഖൽഖല കൊടുക്കണം. കാഫ് മഹ്മൂസായ അക്ഷരമാണ്, ഷദീദുമാണ്. ഹംസും ഷിദ്ദത്തും ഒക്കെ കൊടുത്ത് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ട കാഫ്. وَإِن يُكَذِّبُوكَ فَقَدْ കുذിബത് എന്ന് പറയുമ്പോൾ താവും അങ്ങനെ തന്നെ ഷിദ്ദത്തും ഹംസും നൽകപ്പെടുന്ന അക്ഷരമാണ്. കുذിബത് റൂസുലും മിൻ ഖബ്ലിക്. റുസുലുൻ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ എന്നതിലെ സാക്കിനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചോതുക. വ്യക്തമാക്കി മണിച്ചു കൊണ്ടോതണം. മണിക്കലിലും തഫ്ഖീം വേണ്ടതാണ്, തടിപ്പിച്ചുകൊണ്ട്. കാരണം ശേഷമുള്ള അക്ഷരം തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ ഖാഫാണ്. മിൻ ഖബ്ലിക്. ബാഇന് ഖൽഖല സുഗ്റ നൽകി ഓതുക. മിൻ ഖബ്ലിക്. കാഫിൽ ഷിദ്ദത്തും ഹംസും നൽകി വഖഫ് ചെയ്യുക. വഇലല്ലാഹി തുർജഉൽ ഉമൂർ. തുർജഉ റായിന് തഫ്ഖീമാണ്. അതുപോലെ അൽ ഉമൂർ റായിനും അന്ത്യത്തിൽ വരുന്ന റായിനും തഫ്ഖീം കൊടുത്തോതുക. വഇലല്ലാഹി ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. യാ അയ്യുഹന്നാസു വീണ്ടും മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. അതുപോലെ അന്നാസു ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. യാ അയ്യുഹന്നാസു. ഇന്ന വീണ്ടും നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂൻ മണിക്കുക. വഅദല്ലാഹി ഹഖ്. വഅദല്ലാഹി ഐൻ വ്യക്തമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഇസ്മുൽ ജലാല ലാമിനെ തടിപ്പിച്ചോതുക, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും. ഹഖ് ഖൽഖല കുബ്ര നൽകി ഖാഫിൽ തഫ്ഖീമോടുകൂടി വഖഫ് ചെയ്യണം. ഹഖ്. فلا تغرنكم الحياة الدنيا. ഇതിൽ ഗൈന് റാ എന്നീ 2 അക്ഷരങ്ങൾ മാത്രമാണ് തഫ്ഖീം ചെയ്യേണ്ടത്, തടിപ്പിച്ചോതൽ. ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. അദ്ദുനിയ ഈ പദത്തിലെ സാക്കിനായ നൂൻ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. വഖഫ് ചെയ്യുമ്പോൾ അലിഫിനെ കൂടുതൽ ദീർഘിപ്പിക്കരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് വരുന്ന അബദ്ധമാണ്, നാം സൂചിപ്പിച്ചതാണ്. അദ്ദുനിയ 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കുക. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ്ദുനിയ.
ولا يغرنكم بالله الغرور. ഇതിലും ഗൈൻ റാ അൽ ഗറൂർ എന്ന് പറയുമ്പോൾ ഗൈനും റാവും ശേഷം റാവും ഇവയൊക്കെയും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട തടിപ്പിച്ച് ഓതേണ്ട അക്ഷരങ്ങളാണ്. വലാ യഗുറന്നക്കും, നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. സാക്കിന മീമിന് ഇഖ്ഫ ഷഫവി നൽകി, ഇഖ്ഫ ഷഫവി നൽകി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ശേഷം ബ ആണ് എന്നതിനാൽ അപ്പോൾ ولا يغرنكم بالله الغرور. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنا تؤفكون. وإن يكذبوك فقد كذبت رسل من قبلك وإلى الله ترجع الأمور. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور.